വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്നൊന്നില്ല, തെറ്റിപ്പോയി, കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെ പോലെ പഴയ വീഡിയോസ് അല്ല, ഇന്നൊരു പുതിയ ഒരു വീഡിയോ ആണ്, ആരും ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഹൂ നോസ് മീ ബെറ്റർ. അത് ആരൊക്കെയാന്ന് വെച്ചാല്, ആരാണ് ഈ വീഡിയോയില് ഉൾപ്പെടുന്നത്? സോനാപ്പി, എന്റെ കെട്ടിയോ. അപ്പൊ ഇവർക്ക് എത്രത്തോളം എന്നെ അറിയാം എന്നുള്ളതാണ് ഷോ പോയി പോയെന്ന് തോന്നുന്നത്. അത് കട്ട് ചെയ്ത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അറിയാം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാരും ഇതുവരെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ്. ഹൂ നോസ് മീ ബെറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ സ്വന്തം കെട്ടിയാൻ, എന്റെ സ്വന്തം അനിയത്തി. ഇവർക്ക് എത്രത്തോളം എന്നെ അറിയാം എന്നുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് കണ്ടിരിക്കാനെ പറ്റി ഒരു തേങ്ങ അറിയില്ലെന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ChatGPT-യുടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനല്ല, സോണിയുടെ ഫ്രണ്ട് ശില്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ നമുക്ക് ഇതിൽ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ആൻസർ അറിയാവുന്നവര് ഫസ്റ്റ് ഇങ്ങനെ കൈവക്കണം. അപ്പൊ അവരാദ്യം പറയും, അറിയാത്തവര് മിണ്ടാണ്ടിരിക്കണം. അതാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊട്ട്, 2 പേർക്ക് കൊട്ട്. അതാണ് പണിഷ്മെന്റ് ഉള്ളത്. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം. അയ്യോ, ഓക്കെ, എന്റെ ഫോണല്ല. അപ്പം ഫസ്റ്റത്തെ ചോദ്യം ആൻസർ ഇതില്ലല്ലോ, ചോദ്യം നോക്കിക്കോളും, കുഴപ്പമില്ല. എന്ത് കൊടുക്കണം? നമുക്ക് ആദ്യം സിമ്പിൾ കൊടുക്കാം. സിമ്പിൾ പോലും ഒരു പറയൂ. ഞാൻ ജനിച്ച ദിവസം. പറ. തിങ്കളാഴ്ച. തിങ്കളാഴ്ച ജനിച്ചത് അതായത് ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത്. മെയ് 13 ഉച്ചക്ക് 2 മണിക്ക് 9 മണിക്ക്. ഓക്കെ, അപ്പൊ സോനക്ക് ഒരു പോയിന്റ്. തിങ്കളാഴ്ച നോക്കട്ടെ ഞാനിപ്പോ. ഒരു മിനിറ്റ്, അത് നോക്ക, കൺഫേം ചെയ്യാല. എടി എടുക്കടി, കലണ്ടർ എടുക്ക, 2000 മെയ് എടുക്കടി, അല്ലെങ്കിൽ ചേട്ടക്ക് ആ പോയിന്റ് പോകും. ഓക്കെ, ഞാൻ ദിവസം പറഞ്ഞില്ല, ഞാനല്ലേ സമയം ദിവസം പറഞ്ഞു. നീ കലണ്ടർ എടുക്ക്. ഒരു മിനിറ്റ് ഗൈസ്, നമുക്കിത് ക്ലാരിഫൈ ചെയ്യണം. 2000 എടുക്ക, 2000 വർഷം മാറ്റിയാ മതി. ശനിയാഴ്ച തെറ്റി. എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം. നീ ഞാൻ ജനിച്ച ദിവസം അതിന്റെ ഒക്കെയാണ്. എന്നാലും സോനക്ക് പോയി. എന്നാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? അറിഞ്ഞൂടാ, കണ്ട എന്നെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്താണ്? ചോറ്, മീൻ കറി. അതുകൊണ്ട് നീ കൈവക്കും. അപ്പൊ കുഴപ്പമില്ല, ഒരെണ്ണം ഇരിക്കട്ടെ, എന്നാലും കുറച്ചൊക്കെ അറിയാട്ടെ. ഞാൻ പറഞ്ഞു ഇതിൽ കളക്കളി ഞാൻ സമ്മതിക്കില്ല. ഇല്ല പോലെ പോലെ, അത് കുഴപ്പമില്ല. ചേട്ടൻ പറഞ്ഞില്ലേടി ചാൻസ്. അടുത്ത പ്രാവശ്യം കൈവക്കണോട്ടോ. കൈവക്കണേ. ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് എന്താണ്? ടീ ആണോ കോഫി ആണോ? പറ പറ. കറക്റ്റ്, വല്ലപ്പോഴും മാത്രം ഞാൻ കോഫി എടുക്കാറുള്ളൂ. പൊട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു, കുഴപ്പമില്ല. എന്നാ എനിക്കിഷ്ടപ്പെട്ട കളർ പറയും. പറ 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 പറ. തിങ്ക് അബൌട്ട് യു. പറ. അല്ല, തെറ്റാണ്. പറ. എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞൂടാ, സത്യം. അപ്പൊ ചേട്ടക്ക് പോയിന്റ് പോയിരിക്കുന്നു. അപ്പൊ ചേട്ടക്ക് 2 പോയിന്റ് ആണ്. 2-1. ഇനി നമുക്ക് എന്ത് ചോദിക്കണം? ഞാൻ ഇതുവരെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇത് ഏതാണെങ്കിൽ ഇടക്കിടക്ക് ഫോൺ ഓഫ് പോയി. എന്റെ ഫേവറേറ്റ് സെലിബ്രിറ്റി ക്രഷ്.
ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ആയിരുന്നു ഗൈസ്. അപ്പൊ ഇതിന്റെ പുറകിലൊരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ നിഖിലിനെ പ്രേമിക്കുന്നതിന് മുന്നേ അപ്പൊ ഞാൻ എന്താണ്, എനിക്ക് ദുൽഖർ സൽമാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമുക്ക് ലൈനൊന്നും എല്ലാ സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോറി ഇട്ട് D_S എന്ന് വെച്ചാൽ മൈൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇട്ട് പിടിച്ചില്ല. അപ്പൊ ഭയങ്കര എന്താണ് ദേഷ്യമായിരുന്നു നിഖിലിന്. അങ്ങനെയൊക്കെ ഇട്ടപ്പോ പാവം ദുൽഖർ സൽമാൻ പോലും അറിയാത്തൊരു പക. ദുൽഖർ കാണില്ലെന്ന് ആൾക്കാരാണോ 10 പേര് കണ്ടാ മതിയായിരുന്നു. എനിക്കില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ലാലേട്ടനാണോ മമ്മൂട്ടിനാണോ? ലാലേട്ടൻ. എനിക്ക് അറിഞ്ഞുകൂടാതൊന്നും. ആ അത് ഒപ്പില്ല സ്ഥലം. അപ്പൊ മനസ്സാണപ്പിക്ക് 4 പോയിന്റ്, ചേട്ടയ്ക്ക് 2 പോയിന്റ്. ലാലേട്ടനായി ഏറ്റവും ഇഷ്ടം. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കും അറിയത്തില്ല. ഇനി ഒരു ചോദ്യം. ഇത് എന്നെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതല്ല, എന്നാലും എന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സാധനത്തിന്റെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ മറിയാമ്മയുടെ ജനിച്ച സമയം 2:47. അതെ 2:47 അത് വെയിറ്റ് വെയിറ്റ് 2.3. അല്ല 2,750 50 കുറഞ്ഞ 50 കുറഞ്ഞില്ലേ അല്ലേ? അത് ഗ്രാമല്ലേ വൈറ്റില്ലേ? അപ്പൊ 5-2 തെറ്റിച്ച്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം ഒന്ന് പോസ് ചെയ്തേ. എന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് പറയാമോ? എന്താ? അതല്ല, അതിപ്പോഴാണ്. എന്നാലും ഏറ്റവും എനിക്ക് പേടിയുള്ള കാര്യം സോനക്ക് അറിയാമോ? തിങ്ക് പൊടുത്തൽ. നമുക്ക് ഡിസംബറിൽ, ഞാൻ ക്ലൂ തരാം, ഡിസംബറിൽ വരുന്ന സംഭവങ്ങളില് ഡിസംബറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്നത്. പക്ഷെ പേടി ഉണ്ടെങ്കിലും ഞാനത് ചെയ്യും. അറിയോ? അറിയോ? എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അറിഞ്ഞൂടെ അത്? ആ വഞ്ചിയിലൊക്കെ കയറി ഞങ്ങൾ അയ്യോ 10 മരണം കണ്ടിട്ടില്ലേ? പേടി, എനിക്ക് പേടി ഹൈറ്റ് പേടിയാണ്. അതും ഡിസംബർ അതില് മറ്റേ വഞ്ചി പിന്നെ മറ്റേ തൊട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ കയറൊക്കെ പേടിയാണ്. ഞാൻ കയറും പേടിയാണെങ്കിൽ മനസ്സിലായി. അതാണ് ഞാൻ ക്ലൂ കൊടുത്തത്. മനസ്സിലായി. ഡിസംബറിൽ മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഓക്കെ ഇനി അടുത്ത ചോദ്യം. ഇപ്പൊ എത്രാമത്തെ ചോദ്യമായി? ഇപ്പൊ ഇവര് കൊറേ ചോദ്യം തെറ്റിച്ച്. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യങ്ങളായെന്ന് അറിയാമോ നിങ്ങക്ക്? 7 ചോദ്യമായി. അപ്പൊ 8. ഓക്കെ. അത് നമുക്ക് പിന്നെ ലാസ്റ്റ് തന്നെ വീഡിയോ കഴിഞ്ഞിട്ടിരുന്ന എന്നാട്ടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം പറയാം. എന്റെ സ്കൂളിലെ ഇരട്ട പേരെന്താണ്? ഞാൻ പറയാം. സ്കൂളിലാണോ? സ്കൂളിലാണോ കോച്ച് ബുക്കിലാണോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലാണോ? സ്കൂളിൽ കൊറേ വെച്ചിട്ടുണ്ട്. പാത്തുമ്മ, പിന്നെ മറ്റേ പൂച്ചൂട്ടി, പിന്നെ സൈനബ എനിക്ക് സ്കൂൾ കറക്റ്റ് ആണ്. അപ്പൊ സോനക്ക് 6 പോയിന്റ്, നിങ്ങൾക്ക് 2 പോയിന്റ്. മനുഷ്യ 2 പോയിന്റ്. അപ്പൊ അതൊക്കെ. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ ഇത് ഞാൻ ചോദിക്കട്ടെ. ഇത് തനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ വേണമെങ്കിൽ പേര് കൈവക്കിക്കോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ നെയിം ചാട്ട കൈവക്കി പറ. ഓക്കെ. എന്റെ ഫ്രണ്ട്സിന്റെ മൊത്തം പേര് എവിടത്തെ വേണം?
സ്കൂളിലാണോ അല്ല വീട്ടിലാണോ നാട്ടിൽ? അല്ല അത് സ്കൂളിൽ പറയാം, ഇവിടെ പറയാം, കോളേജിലും പറയാം. UG ആണോ PG ആണോ അല്ലെങ്കിൽ സ്കൂളാണോ? സ്കൂള് പറഞ്ഞ UG പറഞ്ഞ PG പറഞ്ഞ പറഞ്ഞു. മൂന്നെണ്ണല്ലേ ആകെ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല പറഞ്ഞു. ലയ, അതില ചേട്ടല്ല ആദ്യം പറഞ്ഞ. അർഫാന, ഹസ്ന, നിങ്ങളുടെ എല്ലാം ഓർമ്മയുണ്ടോ? റിയ, അലീന. അലീനെ ഇപ്പോഴത്തെ അലീന ചേച്ചി സോറി. പറ. മാത്രം ഒരു അപ്പൊ സ്കൂളിൽ ഇവിടത്തെ +2 പറഞ്ഞില്ലല്ലോ. ആകെ 3 പേര്. അമല, ജിയ, പിന്നെ ആതിര, അനീറ്റ, ഇതൊക്കെ ആര് പറയും? പറഞ്ഞല്ലോ. ഇല്ല. അതിനെ ഞാൻ പറഞ്ഞില്ലേ. എന്നാ ചേട്ടക്ക് 3 പോയിന്റ്. 3 അല്ലേ? 3 പോയിന്റ്. ഓക്കെ. ഞാൻ റോളിംഗ് ആണ്. റോളിംഗ് ആണെന്ന് ക്യാമറമാനെ. അപ്പൊ ഇനി ഇതാണ് ട്ടോ. ഇത് നിങ്ങൾക്ക് രണ്ടേരിക്കും അറിയാൻ പറ്റും, പക്ഷെ ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തൊക്കെ അപ്പൊ കച്ചിങ്ങ. അപ്പൊ ഇനി എന്താന്ന് വെച്ചാല് എന്റെ 10ല് എനിക്ക് എത്ര A+ ഉണ്ട്? ഞാൻ 10 ഞാൻ പറയാം. 3. മൂന്നാണോ? 3 ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് 80% മാർക്ക്. അതെന്നെ സംബന്ധിച്ച് വലിയ മാർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് 3 മാർക്ക്. പക്ഷെ 3+ മാർക്കത്. അപ്പൊ എനിക്ക് അതും അറിയില്ല. പിന്നെ സോനാപ്പിക്ക് 8 പോയിന്റ് ആയിരിക്കും. +2 പറയണോ? +2 പറയണ്ട. ലാംഗ്വേജ് ഒരെണ്ണം ലാംഗ്വേജിന് മാത്രം കിട്ടിയോളട്ടാ. അറിയാമ. ഇനി നമ്മൾ എന്ത് പറയും? അല്ല അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല് സോനാപ്പിക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. എടാ നിക്ക് ഞാൻ ചോദിക്കാം. ഇയാൾക്ക് അറിയാം, ഇയാൾക്ക് വേണ്ടിട്ട് ചോദിക്കാൻ പോണേ. നമ്മള് കണ്ടുമുട്ടിയ ദിവസം അതൊരു പള്ളിയായിരുന്നു. ജോലിക്കുട്ടി ധ്യാനത്തിന് പോയ ദിവസമായിരുന്നു അത്. അല്ല അതല്ല, ഞാൻ വെറുതെ ഓണത്തിന് പറഞ്ഞത്. എനിക്ക് ഓർമ്മ, ഞാൻ മറന്നു. ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ചാറ്റ് ചെയ്ത ദിവസമാണ്. അതൊക്കെ പറയണോ? ചോദിക്കണതേ ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എപ്പോഴാണ് കിട്ടിയത്? അതായത് ആദ്യത്തേലാണോ, മൂന്നാമത്തേലാണോ, രണ്ടാമത്തേലാണോ? ശരി, രണ്ടാമത്തേലാണ് എനിക്ക്. ഞാൻ പോയി ഞാൻ പോയായിരുന്നു. അപ്പിച്ചി വരെ ആദ്യത്തെ പ്രാവശ്യം ശരിയാക്കി, അമ്മച്ചി ആദ്യത്തെ പ്രാവശ്യം ശരിയാക്കി. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യത്തിലാണ് ലേണേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. ശരിയാ, ബുദ്ധിയല്ലോ ഒരു ദൈവം വേറെ അത്രക്കൊക്കെ വേണം പോനെ. അതൊക്കെ ഇറക്കാണ്ട്. ഇനി ലാസ്റ്റ് ചോദ്യം. ഇതില് എനിക്കറിയാം ഈ വീഡിയോ അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ലെന്ന് അറിയില്ല. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മള് ഇനി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കീപ് മാനേജ്മെന്റ്. ഞാന് എന്റെ കല്യാണ റിസപ്ഷനിൽ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ, വേണമെങ്കിൽ കൈപൊക്കാട്ടോ. പാടിയോട്ട് എന്റെ നെഞ്ചാകെ നീയല്ലേ പരിപാടി കണ്ട ആരും മറക്കൂല. അപ്പൊ ഇതോടെ നമ്മുടെ എന്താണ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വിന്നർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പേട്ട സോനാപ്പി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് കൂടെ വരണ്ട. ടാറ്റാ.
കൊണ്ട് കളഞ്ഞു.